ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഈ ആഴ്ച നോമിനേഷനിൽ പിടിച്ചിട്ടതിലൂടെ ഒരാളെ ശരിക്കും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് തുറന്ന് കാണിച്ചിരിക്കുകയാണ് നമ്മുടെ അനീഷും നെവിനും. രണ്ടുപേരും പൊളിച്ചടിക്കുക കേട്ടോ. രണ്ടുപേരുടെയും ചോയ്സ് അതിഗംഭീരമായിരുന്നു. ഈ ഒരു പേര് രണ്ടുപേരും പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഫൈനല് വരെ സേഫ് കളിച്ച് ഈ സാബുമാൻ എന്ന് പറയുന്ന ഈ അട്ടർ ഫേക്ക് എത്തിയേനെ. ശരിക്കും സാബുമാൻ എന്നല്ല, ആകാശ് എന്നാണ് ഞാൻ വിളിക്കേണ്ടത്. ആകാശ് എന്ന് പറയുന്ന ഈ അട്ടർ ഫേക്ക് ഫൈനലിൽ വരെ എത്തിയേനെ. പക്ഷെ ഇന്ന് അനീഷും അതിന് പിന്നാലെ നെവിനും സാബുമാന്റെ പേര് പറഞ്ഞതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ എന്താണ് ഇത്രയും ദിവസം പിടിച്ചിരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നന്മ മരം, നന്മയുടെ നിറകുടം, അത് ഞാൻ പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാൻ ശരിക്കും പ്രൊവോക്ക് ആവുന്നുണ്ട്, ട്രിഗർ ആവുന്നുണ്ട്. ശരിക്കും നെവിന്റെ ട്രിഗറിൽ കയറി സാബുമാൻ ട്രിഗർ ആവുന്നുണ്ട്. വല്ലാതെ സാബുമാൻ അങ്ങ് പ്രൊവോക്ക് ആവുകയാണ്. നെവിനെ അതും ഇതൊക്കെ വിളിക്കുന്നുണ്ട് ഈ സാബുമാൻ എന്ന് പറയുന്ന ഈ പുള്ളി. നെവിൻ തിരിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ്, പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. സാബുമാൻ നെവിനെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്ബറിന്റെ മൂഡ് താങ്ങി, അക്ബറിന്റെ ഈ ഒരു ഫൈറ്റ് ഇതിങ്ങനെ തുടങ്ങിയപ്പോ തന്നെ അനുമോൾ ഇതിനകത്ത് കയറി ഇടപെടുന്നുണ്ട്. അനുമോള് സാബുമാനെ ഫേവർ ചെയ്താണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സാബുമാനെ ഫേവർ ചെയ്ത് നിൽക്കുന്നത് സത്യമായിട്ട് എനിക്ക് അറിയില്ല. അത്രയ്ക്കും ഫേക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ സാബുമാൻ എന്ന് പറയുന്നത്. അപ്പൊ അനുമോൾ ഈ ഒരു പുള്ളിയെ ഫേവർ ചെയ്യാൻ പോയി വെറുതെ പണി വാങ്ങി കൂട്ടേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. എന്നിരുന്നാലും ശരിക്കും രണ്ടുപേരും കൂടി അങ്ങ് ട്രിഗർ ആവുകയാണ്. നെവിൻ ഓരോ കാര്യങ്ങൾ പറയും, അതിനകത്ത് കയറി ഇവര് കയറി പിടിച്ച് ട്രിഗറായി പ്രൊവോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സാബുമാൻ എന്ന് പറഞ്ഞ ഈ ഒരു പുള്ളി കൂറ ഗെയിമർ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും ദിവസം പിടിച്ചിരുന്ന ആ ഒരു ക്യാരക്ടർ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങ് പറയുന്നുണ്ട്. നെവിനെ നീ പോയി അക്ബറിനെ പൂജിക്കടാ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പറയുന്നുണ്ട്. ശരിക്കും ട്രിഗർ ആയിട്ട് അങ്ങ് നടക്കുകയാണ്. ആ ഒരു യെല്ലോ സോഫ ഇരിക്കുന്ന ആ ഒരു റേസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ല, അതിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്, പ്രൊവോക്ക് ആയിട്ട് അങ്ങ് നടക്കുകയാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു വെന്റ് ചെയ്ത് തീർക്കുന്നത്. പറയാനായിട്ടൊന്നുമില്ല. നെവിൻ ഈ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നെവിൻ പറയുന്നതിനൊന്നും തിരിച്ചു പറയാനായിട്ടില്ല സാബുമാൻ എന്ന് പറഞ്ഞുള്ള ഈ ഫേക്കിന്. ഫേക്ക് എന്ന് വിളിക്കുന്ന വലിയ വിരോധം ഉള്ളത് കൊണ്ടൊന്നുമല്ല, നല്ലപോലെ സംസാരിക്കാനും അല്ലെങ്കിൽ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ആ സമയത്ത് സാഹചര്യത്തിൽ റിയാക്ട് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റണം. അല്ലാത്ത പക്ഷം ലേറ്റ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വിളികൾ നമ്മൾ കേട്ടുവെന്ന് വരും. അത് ബിഗ് ബോസ് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഗെയിമാണ്. ഇതിനകത്ത് സാബുമാൻ എന്ന് പറയുന്ന ഈ പുള്ളി ആദ്യമേ പോയി നന്മയുടെ നിറകുടം കളിച്ച് നിന്നിട്ട് പിന്നെ ഈ രീതിയിൽ നോമിനേഷനിൽ വന്നപ്പോ ഇങ്ങനെ ട്രിഗർ ആവുന്നതിനോട്, ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് നെവിന്റെ അടുത്ത് അനീഷാണ് ആദ്യം നോമിനേറ്റ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ അനീഷിന്റെ അടുത്ത് പോയി ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവോ സാമർഥ്യമോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നെവിന്റെ മണ്ടയ്ക്ക് കയറുന്നുണ്ട്. നെവിനാണ് രണ്ടാമത് പറഞ്ഞത് സാബുമാന്റെ പേര്. അപ്പോ ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് സാബുമാൻ ഫേക്ക് ആണെന്ന് ഞാൻ പറയുന്നത്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. ആ ഒരു അഗ്രഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് പുറത്തു വരാനുണ്ട്. വരട്ടെ, നമുക്കതൊക്കെ കാണാം, കണ്ട് വിലയിരുത്താം. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും